വന്ന കിനാവിലെ പുഞ്ചിരിപ്പൂമുട്ടുകൾ ആരാമി പന്തലിൽ വീണുപോയെന്നു. ഏതായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറക്കാൻ കഴിയാത്തൊരു എപ്പിസോഡാണ്. കാരണം ആ ഒരു എപ്പിസോഡ് ലാലേട്ടൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലാലേട്ടൻ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ആർമികൾ മുഴുവൻ തെറികൊണ്ട് അഭിഷേകം നടത്തുകയാണ്. കാരണം ലാലേട്ടൻ ഒരു കല്യാണ ബ്രോക്കറായി. ലാലേട്ടൻ എന്തിനാണ് ഇതിൻ്റെ മുൻകൈ എടുക്കുന്നത്, ലാലേട്ടൻ ഇതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനെതിരെ നീങ്ങുകയാണ് ഇപ്പോഴേ അനുമോൾ ഫാൻസുകൾ. അപ്പോൾ അനുമോൾ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊരു ഗെയിം അല്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വൈരാഗ്യങ്ങൾ കുത്തി ഇറക്കുന്നത്? നിങ്ങൾ ഏത് ആൾക്കാർ വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യവും വെറുപ്പും ആണല്ലോ. നിങ്ങൾ കപ്പെടുത്തോ, ഒരു കുഴപ്പമില്ല. അനുമോൾക്ക് കപ്പ് കിട്ടും കൊടുത്തോ സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടമില്ലാക്ക് വോട്ട് ചെയ്യ്. അനീഷിന് വോട്ട് ചെയ്യുന്ന ആൾ ചെയ്യ്, അല്ലെ അനുമോൾക്ക് ചെയ്യുന്ന ആൾ ചെയ്യ്, ഇനി നെവിന് വോട്ട് ചെയ്യുന്നവൻ ചെയ്യ്, ആദില നൂറമാർക്ക് ചെയ്യ്, ആർക്ക് വേണമെങ്കിലും ചെയ്യ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അർഹരായ ഒരാൾ എനിക്ക് തോന്നിയിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ അനീഷാണ്. അപ്പം അതുകൊണ്ടല്ലേ നമ്മൾ അനീഷിന് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ വെറുപ്പ് ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കല. അതായത് എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോൾ അനുമോൾക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ വെളിയിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ബന്ധു വരെ പ്രഖ്യാപിക്കുമാർ അമ്മാതിരിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് വേണ്ടി അങ്ങനെ കച്ച കെട്ടി അങ്ങ് മരിക്കുകയാണ്. എന്തൊക്കെയാ പറയുന്നത്? അനീഷിന് വിവാഹമോചനം നടന്ന്, അനീഷ് അങ്ങനെയാണ്, അനീഷ് ഇങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോൾ നാളെ മുതൽ ലാലേട്ടനും കിട്ടും. കാരണം എന്താ, നിങ്ങൾ ആരാ, താൻ ആരാ ലാലേട്ടാ? എന്താ വെച്ചാൽ ഈ അനുമോൾക്ക് കല്യാണം ആലോചിക്കാൻ എന്നായിരിക്കും അവന്മാർ പറയുക. കാരണം നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേ എന്നൊക്കെ വിളിച്ചിട്ട് വർത്താനം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ടോക്സിക്കായ ആൾക്കാരാണ് ഈ അനുമോളുടെ കൂടെ ഉള്ളതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അനുമോളെ എന്താ പറയേണ്ടത്, വോട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ അനീഷ് ഫാനാണ്. ഞാൻ അനീഷിന് വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്, അനീഷ് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ച് അനുമോൾക്ക് വോട്ട് ചെയ്യല്ലേ, അല്ലെങ്കിൽ അക്ബറിന് വോട്ട് ചെയ്യല്ലേ എന്ന് ഞാൻ പറയത്തില്ല. കാരണം നമുക്കതിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യാം. നമ്മൾ ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാരായാലും ഇഷ്ടപ്പെടുന്നുണ്ടാവും. അല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ടും തല്ലിയിട്ടും പിടിച്ചിട്ടും അല്ലെ നിന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക, എന്തോ നാട് ഇത്. ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് കളിക്കുക, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് ചോദിച്ചിട്ട് എന്ത് തെണ്ടിത്തരവും കാണിക്കാൻ പാടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ശരിക്കും തെരുവ് യുദ്ധമാണ്. ഈ ഒരു ഇറച്ചി കഷ്ണം, ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്തിട്ട് അത് കടിപിടി കൂടുന്ന കുറേ നായ്ക്കളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അമ്മാതിരി തോന്നിവാസം നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ എന്താ പ്രശ്നം? അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രണയം പറഞ്ഞു. അത് അനുമോൾക്ക് ഇല്ലാന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. അനുമോൾക്കും ഉണ്ട്. അനുമോൾക്ക് നല്ല രീതിയിലുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അനുമോൾ ഇത് ലോകം തിരിച്ചു കൊട്ടി പാടുന്നതിന് പിന്നെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനുമോൾക്ക് തന്നെയാണ്. അതുകൊണ്ടല്ലേ അനുമോൾക്ക് ഇത് മനസ്സിൽ വെക്കാതെ അനുമോൾ സകല ആൾക്കാരോട് പോയി പാടി. അതുപോലെ ലാലേട്ടനോട് പറഞ്ഞു. ലാലേട്ടൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ നടത്തിത്തരും കല്യാണം, ഞാനും കൂടി വരും കല്യാണത്തിന്, ഗുരുവായൂർ എന്നെയും കൂടി വിളിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിലും വലിയ അവാർഡ് എന്താ വേണ്ടത്? ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്, മിക്കവാറും എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തിറങ്ങിയ പാട് ഇവർ കല്യാണം കഴിക്കും ഉറപ്പാന്ന് പറഞ്ഞത്. ഇവർ രണ്ടാളെ മനസ്സിൽ നല്ല രീതിയിലുള്ള താല്പര്യമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഇനിയിപ്പോൾ അനുമോൾക്ക് പ്രശ്നം ധരിച്ചു കഴിഞ്ഞാൽ അയ്യോ ട്രോഫി കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ പുറകെ പോയതാന്ന് പറയും. ഇനിയിപ്പോൾ എല്ലാവരും അതാ പറയാൻ പോകുന്നേ. അനുമോൾക്ക് ട്രോഫി കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഈ പ്രേമമാണ് പൊളിച്ചത് എന്നാണ്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെല്ലാവരും അനുമോൾക്ക് തന്നെയാണ് വോട്ട് കൊടുക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടും കാര്യമില്ല. അതായത് അങ്ങനെ വോട്ടിംഗ് ഒന്നും നോക്കിയിട്ട് ആ വെറും വോട്ടിംഗ് മാത്രം നോക്കത്തില്ല. കാരണം അനുമോൾക്ക് ഇവിടെ വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ അത് ഏഷ്യാനെറ്റും അറിയാം. മറ്റുള്ളവരൊക്കെ ഇതിന് നിൽക്കുന്നതല്ലോ, അവരൊക്കെ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൗണ്ടിങ് നടത്തിയിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അനുമോളെ പരമാവധി ഒഴിവാക്കും. കാരണം ഏറ്റവും കൂടുതൽ സാലറി ഇല്ല, എന്ന് അത്യാവശ്യം ചില്ലറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിയിനത്ത് തന്നെ വരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി കപ്പ് കൊണ്ടുപോയിട്ട് വേണ്ട അനുമോൾക്ക് ജീവിക്കാമെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് അർഹതപ്പെട്ട ആർക്കും കൊടുക്കും, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അത് അനീഷ്, ചിലപ്പോൾ അനീഷിനായിരിക്കാം, ഇല്ലെങ്കിൽ ആദില നൂറമാറായിരിക്കാം, ഇല്ലെങ്കിൽ തന്നെ നെവിനായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഷാനവാസിനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ആർക്കാന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഏതായാലും ഇപ്പം ലാലേട്ടൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും അനുമോൾക്കായാലും അനീഷിനായാലും നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാം, ഇതിൻ്റെ അകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളും അനീഷും രണ്ടുപേരും നല്ല രീതിയിൽ, ഈ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അങ്ങനെ അങ്ങ് വിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു, അനീഷ് ആണെങ്കിലും എന്ന് പറയുന്നത് അങ്ങ് പ്രേമിക്കുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അനുമോൾ മോശക്കാരിയൊന്നുമല്ല. അനുമോളും ശരിക്കും പറഞ്ഞ അനീഷിനോട് കുറച്ച് ഇഷ്ടമൊക്കെ ആയിരുന്നു. അത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്, നല്ല ഇഷ്ടമുണ്ടായിരുന്നു അനീഷിനോട്.
ഇല്ല എന്നൊന്നും പറയണ്ട. പിന്നെ അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഞാൻ കൂടെ പറയാം. എന്താ വെച്ചാൽ അനുമോൾ ഇന്ന് ആദിലേൻ്റെ അടുക്ക പോയിട്ട് ഡ്രാമ കളിക്കുന്നുണ്ട്. അയ്യോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കെട്ടാൻ വരുമോന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? അതെന്താ അങ്ങനെയാണെങ്കിൽ ഇപ്പം തങ്കച്ചനോട് എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ കളിച്ചിനി എന്നാൽ തങ്കച്ചനെ തേച്ചിട്ട് പോയതാന്ന് ഇനിയിപ്പോൾ ആരും വരില്ല എന്ന് പറയുന്നുണ്ടാ? സ്റ്റാർ മാജിക്കിൽ തങ്കച്ചനുമായിട്ടുള്ള കോംബോ പിടിച്ചില്ലേ? അതേപോലെ അനുമോളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കോംബോ പിടിക്കലാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ അനീഷിനോട് പിടിച്ചത് ഒരു കോംബോ ആണ്. അത് അവരങ്ങനെയാണ്, സിനിമാ താരങ്ങളും നടിമാരൊക്കെ അങ്ങനെ തന്നെയാണ്. അവരല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരാളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർക്ക്. നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയുക, അവർ ഭയങ്കര അവരെ ഇതാണ്, അവരെ അഭിനയത്തിൽ നമ്മൾ വീണാൽ തീർന്നു. ഇപ്പം അനീഷിനും ശരിക്കും പറഞ്ഞാൽ പറ്റിയിരിക്കുന്നത് അതാണ്. അനീഷും പിന്നെ ഇവരും കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ ഒരു മാസം തേച്ച് ജീവിക്കത്തില്ല, അപ്പോഴേക്ക് പ്രശ്നം ഉണ്ടാവും. കാരണം ഇവർക്ക് കഴിയില്ല അങ്ങനെ. അതായത് അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയാണ്. അവർ സെലിബ്രിറ്റിൻ്റെ ഇതിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടന്നൂർ പോലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് കല്യാണം കഴിച്ച് പോകാൻ താല്പര്യപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ അനുമോൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നടന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അഭിനയമാണ്. അത് അനീഷ് എന്ന് പറയുന്ന ആൾ കാര്യമായിട്ടെടുത്തു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, പൈസയും കാര്യങ്ങളൊക്കെ വരും. ഒരാളുടെയും ജീവിതം വെച്ച് നിങ്ങൾ കളിക്കാൻ പാടില്ല. അതായത് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ ഇവിടെ ഓരോരോ ആൾക്കാരുടെ സ്വാധീനിച്ച് അവസാനം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ എന്താണെന്ന് സംഭവിച്ചാൽ നമുക്കറിയില്ല. അയാൾക്ക് ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത് ഏതെങ്കിലും ഒരു സ്നേഹം അയാൾക്ക് ഒരു പ്രേമമായിട്ട് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടല്ലേ അയാൾ ധൈര്യപൂർവ്വം ചോദിച്ചത്. ആ ചോദ്യം നിങ്ങൾ അയാളെ അപമാനിച്ച് കൊളാക്കി അയാളെ അങ്ങ് എടുക്കാനും വെക്കാനും ഇല്ലാതാക്കി, അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്തത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനീഷിനെ പോലെയുള്ളവർ നല്ല ആളെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളവരാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞാൽ അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അയാളെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നതിന് ഇപ്പോൾ മാത്രമാണ്. അയാൾ എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾ നല്ല സ്വഭാവമായിരിക്കും ചിലപ്പോൾ നാട്ടിൽ, ഇതൊന്നും ആയിരിക്കില്ല. അയാളെ ഞാൻ കേട്ടിടത്തോളം എന്ന് പറഞ്ഞാൽ അത് അനുമോൾക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ അയാൾക്ക് ആ ലക്കൊന്നും വേണ്ട. കാരണം വെച്ചാൽ അനുമോളെക്കാട്ടി നല്ല പെണ്ണിയാക്കി കിട്ടുന്ന എല്ലാവരും പറയുന്നത്. പക്ഷേ അനുമോൾക്ക് ഇതൊരു വലിയ ലക്ക് തന്നെയാണ്. പക്ഷേ അനുമോൾ അതിനെ സമ്മതിക്കും, ഉറപ്പായിട്ട് സമ്മതിക്കും. നിങ്ങൾ കണ്ടോ, അനുമോളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 19 വയസ്സായി. അതിനൊക്കെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് എന്താ പറയുക മക്കളായിട്ട് ജീവിക്കേണ്ട സമയമായിപ്പോഴേ. എന്നിട്ട് ഇപ്പോഴും കല്യാണം കഴിക്കാൻ പോലും ആലോചനയില്ല. ഇപ്പം തന്നെ വീട്ടുകാർ പറയുന്നില്ലേ, ഇപ്പോൾ വന്ന് കഴിഞ്ഞോട് കല്യാണം കഴിക്കാൻ അത് ഇത്രയും നാളായിട്ട് ഇല്ലായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. 10-28 വയസ്സെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിനി. പെൺമക്കൾ വേണ്ടാന്നേ പറയുള്ളൂ. പെൺമക്കൾ ആരെങ്കിലും കല്യാണം വേണമെന്ന് പറയും, അവർ വേണ്ടാന്നേ പറയുള്ളൂ. അവർ വേണ്ട, ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ നിർബന്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇന്ന് നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് കൊണ്ടുപോയത് നെവിൻ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. നെവിനെതിരെയും ഈ അനുമോളുടെ പിന്നെ ഫാമിലി കളിക്കുന്നുണ്ട്. ഇന്ന് ഒരു സഹോദരി പറയുന്നുണ്ട് അവിടെ ഏറ്റവും നെഗറ്റീവായിട്ട് ഇറങ്ങുന്നത് നെവിനായിരിക്കുന്നു. അവർക്ക് എന്താ അറിയുക? അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന എപ്പിസോഡിൽ ലൈവൊന്നും കാണില്ല ഒന്ന്. അവർ അനുമോളുടെ സഹോദരിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്ന കാര്യങ്ങളാണ് ഇത്. എന്താ വെച്ചാൽ നെവിൻ അവിടെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് നെവിൻ എന്തോ ഒരു സംഭവം പറ്റി. നെവിനെക്കാട്ടിയും അവിടെ കളിച്ച ടീം പറയുന്നുണ്ട്. നെവിനെക്കാട്ടിയും വളരെ മോശമായിട്ട് കളിച്ച എത്ര ആൾക്കാരുണ്ട് അവിടെ ഒരു ശിക്ഷയും വാങ്ങിക്കാതെ. നെവിനാണെങ്കിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ പുറകുന്ന കുത്തത്തില്ല, പറയാനുള്ളത് നേരിട്ട് പറയാറുണ്ട്. അവിടെ ഞാൻ നല്ലൊരു മനുഷ്യന്മാരെ കണ്ടതെന്ന് പറഞ്ഞാൽ നെവിനെയും അതുപോലെ തന്നെ അനീഷിനെയും മാത്രമാണ്. ഒരു നല്ലൊരു മനുഷ്യ സ്നേഹികളെ കണ്ടത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ ഒരു 3 ലക്ഷം രൂപ ലാലേട്ടൻ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നാളെ കൊടുക്കും ലാലേട്ടൻ, 3.5 ലക്ഷം രൂപയും കൊടുക്കുവായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.